വിശാലിനിയുടെ പുതിയ എപ്പിസോഡ് ശാലിനിയെ എങ്ങനെയും കളക്ടറാക്കണം എന്ന ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് വിഷ്ണു ശാലിനിയോട് പറയുകയാണ് താൻ കളക്ടറാകണമെന്ന്. പക്ഷേ അതിന് സാധിക്കില്ല എന്ന് ശാലിനി പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് വിഷ്ണു. സിവിൽ സർവീസിന് തനിക്ക് അവിടെ ഇരുന്ന് പഠിക്കാമെങ്കിൽ ഇവിടെ ഇരുന്നും പഠിക്കാം. ഇനിയിപ്പോൾ പഠിക്കാനോ പരീക്ഷ എഴുതാനോ പണം എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്ന് തരും. ദേഷ്യത്തോടെ തന്നെ വിഷ്ണു പറയുകയാണ്, ഇനിയിപ്പോൾ പുസ്തകങ്ങളാണ് വേണ്ടതെങ്കിൽ അത് എത്ര വേണമെന്ന് പറയ്, അതും കൊണ്ടുവന്ന് മൂടാൻ ഞാൻ. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഭാര്യയെ പഠിപ്പിക്കണം എന്ന വാശി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ തടിമില്ലിൽ ജോലി അന്വേഷിച്ചു പോയത്. അല്ലാതെ വേറൊന്നിനുമല്ല. താനിനി കളക്ടറോ പേഷ്കാരോ എന്ത് വേണമെങ്കിലും ആയിക്കോ. കല്യാണം കഴിഞ്ഞെന്ന് കരുതി ഞാനൊന്നിനും എതിർക്കാൻ വരില്ല. ഇനി നഷ്ടങ്ങളുടെ കണക്കെടുക്കാം എന്ന് പറയുമ്പോൾ അത്രയും നേരം സഹിച്ചു നിന്ന ശാലിനി വീണ്ടും വിഷ്ണുവിന് നേരെ കൈ ചൂണ്ടി പറയുകയാണ്, നഷ്ടങ്ങളുടെ കണക്കെടുത്താൽ താനേ തോക്കുകയുള്ളൂ. ഇത് ഇന്നത്തെ പ്രൊമോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് രാഘവൻ നായരും ശാലിനിയും പ്രീതിയും ഒക്കെ നോക്കി നിൽക്കെ ഭിത്തിയിൽ കൈകൊണ്ട് ആഞ്ഞിടിക്കുകയാണ് വിഷ്ണു. ദേഷ്യത്തോടു കൂടി ശക്തിയായി ആഞ്ഞ് കൈവച്ചിടിക്കുകയാണ് വിഷ്ണു. ഇത് കണ്ട് മോനെ വിഷ്ണു എന്ന് രാഘവൻ നായർ സങ്കടത്തോടെ വിളിക്കുന്നുണ്ട്. ഏട്ടാന്ന് വിളിച്ചുകൊണ്ട് പ്രീതിയും ശാലിനിയും അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം അവരെ തട്ടി മാറ്റി കളഞ്ഞിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിഷ്ണു പറയുകയാണ്, ഈ വിഷ്ണുവിന് ആരും വേണ്ടച്ചാ. ഈ വിഷ്ണുവിനെ മനസ്സിലാക്കാൻ ആരും വേണ്ട. വിഷ്ണുവിന് മാത്രം ആരുമില്ല. അമ്മയോ അച്ഛനോ ഭാര്യയോ ആരുമില്ല എന്ന് സങ്കടത്തോടു കൂടി പറയുകയാണ് വിഷ്ണു. തുടർന്ന് പ്രൊമോയിൽ കാണിക്കുന്നത് സങ്കടത്തോടു കൂടി സോഫയിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പതിയെ പതിയെ നടന്നു ചെല്ലുകയാണ് ശാലിനി. എന്താ ഇനി തനിക്ക് വേണ്ടത് എന്ന ഭാവത്തിൽ ശാലിനിയെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു. ഇത്രയുമാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.